ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ റീസെൻ്റായിട്ട് വായിച്ചൊരു ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ദ ഹൈഫൈ ഹാബിറ്റ് ബൈ മെൽ റോബിൻസ്. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് വിത്ത് വൺ സിമ്പിൾ ഹാബിറ്റ്. സോ ഹൈഫൈവ് എന്ന് കേൾക്കുമ്പോൾ അതൊരു സെലിബ്രേഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബിൻ്റെ സിമ്പിളാണ് അല്ലേ? എന്നാണ് അവസാനമായി നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഹൈഫൈവ് കൊടുത്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാണ് നിങ്ങൾക്ക് തന്നെ ഒരു ഹൈഫൈവ് കൊടുത്തിട്ടുള്ളത്? ഇതുവരെ കൊടുത്തിട്ടില്ലേ? അങ്ങനെ നമുക്ക് തന്നെ ഹൈഫൈ കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ബുക്കിൽ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് എൻ്റെ ശീലമാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. സോ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ഇറ്റ്സ് ദ സീക്രട്ട് ടു ലൈഫ്, ഡൂയിങ് വാട്ട് വർക്ക്സ് ഫോർ യു ആൻഡ് ലെറ്റിംഗ് പീപ്പിൾ സേ വാട്ട് എവർ ദേ വാണ്ട് അബൌട്ട് യു. Because it doesn't matter what other people say. The only thing that really matters is, do you like you? ഈ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും കുറേ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മളോട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുപോലെ നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സും സൊസൈറ്റിയും എല്ലാം നമ്മളുടെ മേലെ കുറേ എക്സ്പെക്റ്റേഷൻസ് അങ്ങോട്ട് വാരി വെതറിയിട്ടുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ അത് മാറ്റി നിർത്തി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയുന്നത്. പക്ഷേ യു വിൽ നെവർ ഏബിൾ ടു സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് അതർ പീപ്പിൾസ് ഫീലിംഗ്. അതും സത്യമാണ്. ഓക്കെ, ടു ചേഞ്ച് യുവർ ലൈഫ് യു നീഡ് ടു ലേൺ ഹൗ ടു ഓണർ യുവർ ഫീലിങ്സ് മോർ ദാൻ എനി വൺ എൽസസ്. അത് പലരും മറന്നു പോകുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പലരും പല സന്തോഷങ്ങളും കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള വഴിയിലോട്ട് പോവുകയാണ്. ഓക്കെ, സോ ഈ ബുക്കിൽ ഇതുപോലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്.